പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ലോകത്ത് ചില രാജ്യങ്ങളുണ്ട്, അവർ പരസ്പരം പോരടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്തരം രാജ്യങ്ങൾ ഏതൊക്കെയാണ്, എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നം, തർക്കത്തിന് കാരണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഈ ലിസ്റ്റിൽ ആദ്യം വരുന്ന രാജ്യം നമ്മുടെ രാജ്യം തന്നെയാണ്, ഇന്ത്യയും പാകിസ്ഥാനും. ഇന്ത്യയും പാകിസ്ഥാനും നമുക്കറിയാം, സ്വാതന്ത്ര്യ കാലം മുതൽക്ക് തന്നെ ഇരു രാജ്യങ്ങളും പരസ്പരം പോരടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നും ആ തർക്കം തുടരുന്നു. ഈ തർക്കത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം കശ്മീറാണ്. സ്വാതന്ത്ര്യ കാലഘട്ടത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കാശ്മീരിനെ ചൊല്ലി ആരംഭിച്ച തർക്കം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ കാശ്മീർ പ്രദേശം ഇന്ത്യയുടേതാണ് എന്ന് ഇന്ത്യയും പാകിസ്ഥാൻ്റേതാണെന്ന് പാകിസ്ഥാനും എല്ലാം വാദിച്ചു കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ഈ പ്രശ്നത്തിൽ ചൈനയും ഇടപെട്ടിട്ടുണ്ട്. ഇതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഈ ലിസ്റ്റിൽ രണ്ടാമത് വരുന്ന ഇരു രാജ്യങ്ങളാണ് ദക്ഷിണ കൊറിയയും ഉത്തര കൊറിയയും. നമുക്കറിയാം, ഇതുപോലെ തന്നെ വിഭജിച്ച് ബ്രിട്ടീഷുകാർ പോയ രണ്ട് രാജ്യങ്ങളാണ് ദക്ഷിണ കൊറിയയും ഉത്തര കൊറിയയും. രണ്ട് രീതിയിലുള്ള ആശയങ്ങളാണ് ഇരു രാജ്യങ്ങളും തുടർന്നു പോകുന്നത്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുള്ള ദക്ഷിണ കൊറിയയും കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുള്ള ഉത്തര കൊറിയയും ഇന്നും പരസ്പരം പോരടിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റ് രണ്ട് രാജ്യങ്ങളാണ് നമുക്കറിയാവുന്ന പോലെ സൗദി അറേബ്യയും ഇറാനും. ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തിന് അല്ലെങ്കിൽ തർക്കത്തിനുള്ള കാരണമെന്നാൽ അത് മതപരമായ വിഷയമാണ്. ഇസ്ലാമിക സുന്നി ആശയം ഉൾക്കൊള്ളുന്ന രാജ്യമാണ് സൗദി, ഇസ്ലാമിക ഷിയ ആശയം ഉൾക്കൊള്ളുന്ന രാജ്യമാണ് ഇറാൻ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആശയ പോരാട്ടം ഒരിക്കൽ പോലും നേരിട്ടുള്ള സംഘർഷത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും പല രാജ്യങ്ങളിൽ നടക്കുന്ന സംഘർഷത്തിലും ഇരു രാജ്യങ്ങളും ഇടപെടാറുണ്ട്. അതായത്, ഇപ്പോൾ സിറിയയിൽ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത് അത് സൗദിയാണെങ്കിൽ അവിടെ വിമതരായ ഹൂതികളെ സപ്പോർട്ട് ചെയ്യുന്നത് ഇറാനാണ്. സിറിയയിൽ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇറാനാണെങ്കിൽ അവിടെ വിമതരെ സപ്പോർട്ട് ചെയ്യുന്നത് സൗദിയാണ്. ഇതുപോലെ തന്നെ യമനിൽ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത് സൗദിയാണെങ്കിൽ അവിടെ വിമതരായിട്ടുള്ള ഹൂതികളെ സപ്പോർട്ട് ചെയ്യുന്നത് ഇറാനാണ്. ഇത്തരത്തിൽ ഇരു രാജ്യങ്ങളും പരസ്പരം ഏറ്റുമുട്ടുന്നില്ലെങ്കിലും അവരുടെ തർക്ക വിഷയം മറ്റ് രാജ്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് തർക്കിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റ് രണ്ട് രാജ്യങ്ങളാണ് അമേരിക്കയും ചൈനയും. നമുക്കറിയാം, രണ്ട് വ്യത്യസ്ത ആശയങ്ങൾ ഉള്ള രണ്ട് രാജ്യങ്ങൾ, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുള്ള അമേരിക്കയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് സമ്പദ് വ്യവസ്ഥ ഉള്ള അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയവും അതുപോലെ തന്നെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുമുള്ള ചൈന എന്ന് വേണമെങ്കിൽ ഇന്ന് പറയാം. ഇരു രാജ്യങ്ങളും പരസ്പരം നേരിട്ട് പോരടിക്കുന്നൊന്നും ഇല്ലെങ്കിലും സാമ്പത്തിക കാര്യങ്ങളിലും മറ്റും ഉപരോധങ്ങളും മറ്റും ഏർപ്പെടുത്തിക്കൊണ്ട് ഇരു രാജ്യങ്ങളും ലോകത്തെ ഏറ്റവും വലിയ വൻ ശക്തിയാകാൻ വേണ്ടി പരസ്പരം തർക്കിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ തർക്കം ഒളിമ്പിക്സിലും മറ്റെല്ലാ വേദികളിലും ചൈനയും അമേരിക്കയും പരസ്പരം ഉയർത്തിക്കൊണ്ടുവരികയും പരസ്പരം പോരടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ മറ്റ് രണ്ട് രാജ്യങ്ങളാണ് അർജൻറ്റീനയും ബ്രിട്ടനും. അർജൻറ്റീനയും ബ്രിട്ടനും തമ്മിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അർജൻറ്റീനയ്ക്കരികെയുള്ള ഫാൽക്കൺ ഐലൻഡിനെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. ഈ ഫാൽക്കൺ ഐലൻഡ് എന്ന് പറയുന്നത് അർജൻറ്റീനയുടെ ഭാഗമാണെന്ന് അർജൻറ്റീനയും, അതല്ല തങ്ങളുടെ കോളനി ആയിരുന്നു എന്ന് ബ്രിട്ടനും വാദിക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളും ഈ ഒരു ദ്വീപിനെ ചൊല്ലിയുള്ള ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ പോരാട്ടത്തിലേക്ക് എത്തിക്കുന്നത്. മറ്റ് രണ്ട് രാജ്യങ്ങളാണ് അർജൻറ്റീനയും ബ്രസീലും. രണ്ട് രാജ്യങ്ങളുടെയും തർക്കം എന്താണെന്ന് നമുക്കെല്ലാം അറിയാം, ഫുട്ബോളാണ്. ഫുട്ബോൾ ഇരു രാജ്യങ്ങൾക്കിടയിലും വലിയ തർക്ക വിഷയമാണ്. അർജൻറ്റീന നമുക്കറിയാം പണ്ട് സ്പാനിഷ് കോളനിയായിരുന്നു, ബ്രസീൽ പണ്ട് പോർച്ചുഗീസ് കോളനിയായിരുന്നു. അന്ന് മുതൽക്ക് തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഫുട്ബോളിൻ്റെ പേരിൽ വളരെയധികം തർക്കം നിലനിൽക്കുന്നുണ്ട്. വളരെ വലിയ പോരാട്ടമാണ് അർജൻറ്റീനയും ബ്രസീലും തമ്മിലുള്ളത്. അത് മറഡോണയും പെലെയും ഉൾക്കൊള്ളുന്ന പഴയ കാലം മുതൽ ഇന്ന് മെസ്സിയും നെയ്മറും ഉൾക്കൊള്ളുന്ന പുതിയ കാലം വരെ ഫുട്ബോളിനെ ചൊല്ലി ഇരു രാജ്യങ്ങളും തർക്കം തുടർന്നു പോരുന്നു. മറ്റു രണ്ട് രാജ്യങ്ങളാണ് മൊറോക്കോയും സ്പെയിനും. നമുക്കറിയാം, മൊറോക്കോയുടെ വടക്കേ അറ്റത്ത് നിന്ന് നോക്കിയാൽ കാണാവുന്ന അത്ര അടുത്താണ് സ്പെയിൻ എന്ന രാജ്യമുള്ളത്. ഇടയിൽ കടലുണ്ടെങ്കിൽ പോലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നവും അതിർത്തിയെ സംബന്ധിച്ചിട്ടുള്ളതാണ്. മൊറോക്കോയുടെ ചില വടക്കൻ പ്രദേശങ്ങൾ തങ്ങളുടെ അധീനതയിലുള്ളതാണെന്ന് സ്പെയിൻ അവകാശപ്പെടുന്നു. മാത്രമല്ല, പരമ്പരാഗത കാലം മുതൽക്ക് തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ മൊറോക്കോയിൽ ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്ന സമയത്ത് സ്പെയിനിൽ ക്രിസ്ത്യൻ ഭരണം നിലനിൽക്കുന്ന സമയത്തും പോരാട്ടം ഉണ്ടായിരുന്നതാനും. മറ്റു രണ്ട് രാജ്യങ്ങളാണ് ഗ്രീസും അതുപോലെ തന്നെ തുർക്കിയും. ഇരു രാജ്യങ്ങളും തമ്മിലും ഇതുപോലെ തന്നെ അതിർത്തി തർക്കമാണുള്ളത്. അതുപോലെ മറ്റ് യുദ്ധം ഈ അടുത്തും നടന്ന രണ്ട് രാജ്യങ്ങളാണ് അസർബൈജാനും അർമേനിയയും.
ഈ രണ്ട് രാജ്യങ്ങളും ഭൂപ്രദേശത്തെ ചൊല്ലിയുള്ള പ്രശ്നം തന്നെയാണ്. അസർബൈജാൻ്റെ ഒരു ഭാഗം അർമീനിയയും കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്ത് ഉള്ള ഒരു പ്രദേശം അസർബൈജാൻ്റെ അതാണെന്ന് അസർബൈജാനും അതല്ല തങ്ങളുടേതാണെന്ന് അർമീനിയയും വാദിക്കുന്നു. ഇത്തരത്തിൽ നിരവധി രാജ്യങ്ങൾ ഇന്നും അന്ന് തൊട്ട് ഇന്ന് വരെ പോരാട്ടത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിലാണ് ഇസ്രായേലും ഫലസ്തീനും. ഇസ്രായേൽ രൂപീകരണ കാലം മുതൽക്ക് തന്നെ പല രാജ്യങ്ങളും ഇടപെട്ടിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നം. ഇന്നും പ്രതിസന്ധി നിലനിൽക്കുന്ന, പരിഹാരം കാണാത്ത ഒരു പ്രതിസന്ധിയാണ് ഇസ്രായേൽ ഫലസ്തീൻ തമ്മിലുള്ളത്. ഇതുപോലെ ലോകത്ത് നിലനിൽക്കുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, കോൺഫ്ലിക്റ്റുകളുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തുക.